ഇത് കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. മുതലമട റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ വെട്ടം, ഹൃദയം തുടങ്ങിയ സിനിമ ലൊക്കേഷനാണിത്. ദിലീപ് നായിക വെള്ളം എടുക്കാനായിട്ട് ഇറങ്ങിയിട്ട് കയറുമ്പോഴേക്കും ദിലീപ് കൈ കാണിക്കും, ഗോപാലകൃഷ്ണ എന്ന് വിളിക്കുന്നില്ലേ, ആ ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. വളരെ മനോഹരമാണ്. ഞങ്ങൾക്ക് ഇന്ന് ഈ കാഴ്ച കാണാനുള്ള അവസരമുണ്ടായി. അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. പാലക്കാട് ജില്ലയിലെ മുതലമട എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നല്ല രസമുണ്ട്. ആൽമരങ്ങളും ഒക്കെ, ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ട്രെയിൻ ഇനി അടുത്ത ആഴ്ചയെ വരുള്ളൂ എന്നാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നിരവധി ഷൂട്ടിങ്ങുകളൊക്കെ ഈ ലൊക്കേഷനിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കുറച്ചും കൂടെ ഒരു നല്ല ഭംഗിയായിരിക്കും. എന്തായാലും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റി. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വലിയ റെയിൽവേ സ്റ്റേഷൻ അല്ല എങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ വലിയ വലിയ ആൽമരങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നല്ലൊരു ആംബിയൻസാണ് നമുക്ക് കാണാൻ ഇവിടെ പറ്റുന്നത്. വളരെ ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, മുതലമട റെയിൽവേ സ്റ്റേഷൻ, പാലക്കാട്. നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് കാണണം. അതിമനോഹരമാണ് കേട്ടോ. ഒരു പഴയ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ അടുത്ത അടുത്ത ആഴ്ചയെ ട്രെയിൻ വരത്തുള്ളൂ എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. ആ സിനിമയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട്, ഗോപാലകൃഷ്ണ ഇനി അടുത്ത വ്യാഴാഴ്ചയെ ട്രെയിനുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ സത്യം. എന്തായാലും റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റി. ഇവിടെയുമുണ്ട്. ഇതെല്ലാം സിനിമാ ലൊക്കേഷൻസാണ് കേട്ടോ. പാലക്കാട്ടെ പ്രധാനപ്പെട്ട സിനിമാ ലൊക്കേഷനാണ് ഇതൊക്കെ. ഇതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. എന്തായാലും ആ സിനിമയിൽ, സൂപ്പർ ഹിറ്റായിട്ടുള്ള ആ സിനിമയിൽ ആ ലൊക്കേഷൻ കാണാൻ പറ്റി. നിങ്ങളെയും കൂടി കാണിച്ചു തരാനായിട്ട് സാധിച്ചു. പാലക്കാടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് സുപരിചിതമായിരിക്കും. പക്ഷേ എങ്കിലും ഞങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ.